ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അൽ ജാമിയ അൽ ഇസ്ലാമിയ കണ്ടക്ട് ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം എന്ന കോഴ്സിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യുന്നത് ദൈവാസ്തിക്യം, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയമാണ്. സാധാരണഗതിയിൽ മനുഷ്യരെ അവരുടെ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഈ കാണുന്ന പ്രപഞ്ചത്തിനപ്പുറം ഇതിനൊരു സൃഷ്ടാവുണ്ട്, ഇതിൻ്റെ പിന്നിലൊരു ദൈവമുണ്ട് എന്ന് വിളിക്കുന്ന ആളുകളെയാണ് നമ്മൾ തീസ്റ്റുകൾ അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ ഈ കാണുന്ന പ്രപഞ്ചം, ഈ മെറ്റീരിയൽ വേൾഡ്, അതിൽ ഞാനും നിങ്ങളും യാഥാർത്ഥ്യമാണ്, സൂര്യനും ചന്ദ്രനും യാഥാർത്ഥ്യമാണ്, വെള്ളവും വെളിച്ചവും യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊക്കെ ഉണ്ടാക്കിയ ഒരു പടച്ചവൻ അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മൾ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ എത്തീസ്റ്റുകൾ എന്ന് വിളിക്കാറുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്കതിലൊന്നും താല്പര്യമില്ല എന്ന് വിളിക്കുന്ന ആളുകളെ നമ്മൾ സാധാരണ സന്ദേഹവാദികൾ എന്നാണ് വിളിക്കാറുള്ളത്. അഗ്നോസ്റ്റുകൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു, എത്തീസം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനപ്പുറം ഒന്നുമില്ല, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ മാറ്ററും എനർജിയും ഒക്കെ മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ, ഇതിൻ്റെ പിന്നിൽ ഒരു പടച്ചവനില്ല എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിൻ്റെ പേരാണ് എത്തീസം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു പടച്ചവനില്ല എന്ന ആർഗ്യുമെൻറ്റിലേക്ക് മനുഷ്യൻ എത്തുന്നതോട് കൂടിയിട്ട് അതിൻ്റെ പിന്നാലെ വരുന്ന കുറേ അവസ്ഥകളാണ് മെറ്റീരിയലിസം, ലിബറലിസം എന്നൊക്കെ വിളിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിവിടെ കാണുന്ന സ്വതന്ത്രവാദത്തിൻ്റെ എല്ലാം അടിവേര് ചികഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ദൈവനിരാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് അത് എത്തുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ചവീക്ഷണം, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഏകനായ ഒരു പടച്ചവനുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങളും യാഥാർത്ഥ്യമാണ് എന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നമ്മളെയെല്ലാം സൃഷ്ടിച്ച ഒരു പടച്ചവൻ ഇതിൻ്റെ പിന്നിലുണ്ട്, സൂര്യനെയും ചന്ദ്രനെയും ഒരുക്കിയ ഒരു അള്ളാഹു ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെ വളരെ ഹ്രസ്വമായി, വളരെ ലളിതമായി പഠിപ്പിക്കുന്ന ചെറിയൊരു സൂറത്ത് ഖുർആനിലുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. കുൽ, നബിയെ താങ്കൾ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു, ഈ പടച്ചവൻ ഏകനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു സ്വമദാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ സ്വയം ജനിച്ചവനോ അല്ലെങ്കിൽ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനോ അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ മറ്റൊരാളുമില്ല. ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ്, പക്ഷേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തെ ഏറ്റവും സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഖുർആനിലെ നിരവധി സ്ഥലത്ത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ദൈവസങ്കല്പം, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അള്ളാഹു ആരാണ് എന്ന് ഖുർആനിലൂടെ അള്ളാഹു സ്വയം നിരവധി സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നമുക്കിങ്ങനെ കാണാം, ഹു അല്ലാഹുൽ ഖാലിഖുൽ ബാരി ഉൽ മുസവ്വിർ. നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യനോട് ആരാണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വളരെ ലളിതമായി പറയുന്ന ഉത്തരവാണ്, ഇതെല്ലാം സൃഷ്ടിച്ച ഒരാളാണ് ദൈവം എന്നുള്ളത്. അതാണ് ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൃഷ്ടിച്ച ആൾ. ബാരി, മുസവ്വിർ എന്നൊക്കെ പറഞ്ഞത് ഇതിനൊക്കെ രൂപകൽപ്പന ചെയ്ത ആൾ, ഇതിനെ ഡിസൈൻ ചെയ്ത ആൾ എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുണ്ട്, നമുക്ക് പിന്നിലുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ദൈവനിഷേധികളായ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പടച്ചവൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന ആളുകളോട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് അവർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം. ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുമോ? അതിൻ്റെ ഉത്തരം ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ശാസ്ത്രം ബൈ ഡിഫോൾട്ട് അതിൻ്റെ ഡെഫിനിഷൻ തന്നെയും മെറ്റീരിയൽ ടൂൾ ഉപയോഗിച്ച് ഈ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഈ മെറ്റീരിയൽ വേൾഡിൻ്റെ പുറത്തുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ്, മെറ്റീരിയൽ വേൾഡിൻ്റെ പാർട്ടല്ലാത്തൊരു എക്സിസ്റ്റൻസ് ആണ്. അങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസിനെ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽ ടൂൾ ഉപയോഗിച്ച് മെറ്റീരിയൽ വേൾഡിനെ പഠിക്കുന്ന ഒരു സാധനം ഉപയോഗിച്ച് ഒരിക്കലും തന്നെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസം എന്നുള്ളത് കേവലം ഒരു വിശ്വാസം മാത്രമാണോ? ബുദ്ധിപരമായ യാതൊരു തെളിവുമില്ലാത്ത കേവലം പാരമ്പര്യമായി കിട്ടുന്നൊരു വിശ്വാസത്തിൻ്റെ പേര് മാത്രമാണോ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? അങ്ങനെയല്ല. മറിച്ച് ദൈവവിശ്വാസം ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിച്ച് അവൻ എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനവുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് നമ്മൾ ദൈവമുണ്ട് എന്ന് ബുദ്ധിപരമായി സമർത്ഥിക്കുക? അത്
യുക്തിഭദ്രമായ ചില ആർഗ്യുമെൻറ്റുകൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 4 ആർഗ്യുമെൻറ്റുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. സാധാരണ ക്ലാസിക്കലി ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ട്രഡീഷണലായിട്ട് പറയാറുള്ള സംഭവങ്ങൾ തന്നെയാണ്. 4 ആർഗ്യുമെൻറ്റുകൾ. ഒന്ന് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്, ഡിപ്പെൻഡൻസി ആർഗ്യുമെൻറ്റ്, ഡിസൈൻ ആർഗ്യുമെൻറ്റ്, ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ്, അതിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ഇൻഫർമേഷൻ ഡിസൈൻ ആർഗ്യുമെൻറ്റ്. ഇൻഷാല്ലാ നമുക്ക് ഓരോന്നിലൊക്കെ ആയിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഈ സെഷനിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് ഈ പേരുകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് പുതുതായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവില്ല. പക്ഷേ ഓരോന്നും എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ കോഴ്സ് അവസാനിക്കുകയുള്ളൂ. നിങ്ങൾ പേടിക്കരുത്. ഓക്കെ. അപ്പോൾ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് ബേസിക്കലി എന്താ പറയുന്നത് വെച്ചാൽ, നമുക്കറിയാം പ്രപഞ്ചം ഇന്ന് നമ്മളുടെ ഒരു ശാസ്ത്രത്തിൻ്റെ അവബോധം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനൊരു ഒരു തുടക്കമുണ്ടായിരുന്നു. ഈ പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്. 13.8 ബില്യൺ ഇയേഴ്സ് ബാക്ക് നമ്മളെല്ലാം ബിഗ് ബാങ് തിയറിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ഇത് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് വന്നതാണ് എന്നുള്ളതാണ് ബിഗ് ബാങ് നമ്മളോട് പറയുന്നത്. ആ 13.8 ബില്യൺ ഇയേഴ്സിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രപഞ്ചം, അതിന് മുമ്പ് എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ശൂന്യമായിരുന്നു, അബ്സല്യൂട്ട് നത്തിങ്നെസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത്, നത്തിങ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊന്നുമില്ലായ്മ എന്നുള്ളതുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കൽ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലം. പക്ഷെ അങ്ങനെ സ്ഥലമെന്ന് പറയാൻ ഡയമെൻഷൻ പോലും ഇല്ലാത്ത, XYZ ഡയമെൻഷൻ പോലും ഇല്ലാത്ത, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമയം പോലും ഒരുപക്ഷെ അന്നലക്കില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മൾ ഈ അനുഭവിക്കുന്ന ഭൂമിയുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ഓരോ ഘടകങ്ങളും ഇവിടെ ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് എന്തോ ഒന്നായി മാറിയിട്ടുണ്ട് എങ്കിൽ, അബ്സല്യൂട്ട് നത്തിങ്നെസ് ഇപ്പോൾ എന്തോ സംതിങ് ആയി മാറിയിട്ടുണ്ട് എങ്കിൽ, അതൊരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്ന ആർഗ്യുമെൻ്റാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഒഴിഞ്ഞ മുറി നിങ്ങൾ സങ്കല്പിക്കും. ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറി. അവിടെ ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, കാലിയായിരുന്നു. പക്ഷേ ഞാനൊരു 10 ദിവസം കഴിഞ്ഞ് വന്നപ്പം അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 10,000 വർഷം കഴിഞ്ഞ് വന്നപ്പം അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. എത്ര കാലം കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ കൂടി ആ ലാപ്ടോപ്പിൻ്റെ എക്സിസ്റ്റൻസിനെ, അതവിടെ ഉണ്ട് എന്നുള്ളതിനെ വിശദീകരിക്കുന്ന ഒറ്റ വിശദീകരണം മാത്രമേ ഉള്ളൂ. എന്താണത്? ആ ലാപ്ടോപ്പ് അല്ലാത്ത മറ്റേതോ ഒരാൾ അല്ലെങ്കിൽ മറ്റേതോ ഒരു ഏജൻറ്റ് ഒന്നുകിൽ അതിനുണ്ടാക്കി അല്ലെങ്കിൽ അതിനവിടെ കൊണ്ടുവന്ന് വെച്ചു. ലാപ്ടോപ്പ് എന്നല്ല, എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിലും അതങ്ങനെയാണ്. അതല്ലാത്ത മറ്റെന്തോ, അതിൻ്റെ പാർട്ടല്ലാത്ത മറ്റെന്തോ ഒരു ഏജൻറ്റ് അതിനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് പ്ലേസ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ഈ പ്രപഞ്ചം അത് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ ഒരു പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു ബുദ്ധിപരമായ അനിവാര്യതയാണ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത ആർഗ്യുമെൻറ്റ് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.